ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വെറൈറ്റി പ്രോഡക്റ്റാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് കൂട്ടേണ്ട ഒരു ടയർ ഇൻഫ്ലേറ്ററാണ്. ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ടയറിന് കാറ്റടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. പക്ഷേ അതിൽ എന്താണ് ഇത്ര വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വാഹനം യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. വാഹനം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണിത്. ഈ കാണുന്ന നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറയുന്നത്, അതായത് സ്മാർട്ട് ടയർ ഇൻഫ്ലേറ്റർ ആണ് ഇത്. കോസ്റ്റാർ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ടയർ ഇൻഫ്ലേറ്ററോടുള്ള ഗുണം? ഞാൻ നേരത്തെ ഒരു ടയർ ഇൻഫ്ലേറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ളൊരു അടിപൊളി ഫീച്ചേഴ്സ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മസ്റ്റായിട്ട് നമ്മൾ മേടിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്, എന്താണ് ഇതിൻ്റെ പ്രൈസ്? കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളിയാണെന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 4000 mAh ആണ് വരുന്നത്. ഇൻപുട്ട് വോൾട്ട് വരുന്ന 5 വോൾട്ട് 2 ആംബിയേഴ്സ് ആണ് വരുന്നത്. ഇൻഫ്ലേറ്റഡ് ടയർ പ്രഷർ 2 തൊട്ട് 150 PSI പ്രഷർ വരെ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. നമ്മുടെ ഒരു കാറിൻ്റെയൊക്കെ ഏകദേശം ഒരു ശരാശരി വാഹനത്തിൻ്റെ എന്ന് പറയുമ്പോൾ 35 മാക്സിമം 35 PSI ആണ് വരുന്നത്. ഇത് 150 വരെ നമുക്ക് തരാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ 150 വരെ നമുക്ക് തരാൻ സാധിക്കും. വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം 10 തൊട്ട് 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന MRP എന്ന് പറഞ്ഞാൽ 3999, അതായത് 4000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 3999 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇതല്ല പ്രൈസ്. ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്. ഓഫർ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ഇവരെ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എയർ ബൂസ്റ്റ് 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോസ്റ്റാർ സ്മാർട്ട് ടയർ ഇൻഫ്ലേറ്റർ ആണ്. പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. യൂസർ മാനുവൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. തൽക്കാലം ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമുക്കൊന്ന് തുറക്കാം. ദേ, ഇവനാണ് നുമ്മ പറഞ്ഞ നടൻ. യെസ്, അപ്പോൾ ഇതാണ് സാധനം. ഏകദേശം സൈഡൊക്കെ നോക്കിക്കഴിയുമ്പോൾ 5 വോൾട്ട്, ബാക്കിയുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിഭാഗത്തൊന്നുമില്ല. മേളത്തെ ഭാഗത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒരു C ടൈപ്പ് പോർട്ടുണ്ട്, ഒരു USB-A ടൈപ്പ് വരുന്നുണ്ട്. ടയർ പ്രഷർ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ടയർ പ്രഷറിൻ്റെ നോസിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഒരു LED ലൈറ്റും കാണാൻ സാധിക്കും. പലപ്പോഴും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സംഗതി ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല ലുക്കുണ്ട്. ഏതായാലും നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഇതാണ്, നമുക്കറിയാം. തൽക്കാലം ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നതും കൂടെ നോക്കട്ടെ. യെസ്, ഒരു 3 കാര്യങ്ങൾ കൂടെ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ബലൂണ് കാറ്റടിക്കാൻ വേണ്ടിയുള്ള സാധനം, ടയർ പ്രഷർ ഫില്ല് ചെയ്യാനുള്ളത്, നമുക്ക് മെയിനായിട്ട് വേണ്ട ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ആസിറ്റീസ് ഓരോന്നിൻ്റെയും പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു USB-A to C നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു A to C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അത് മാറ്റി വെച്ചേക്കാം. ഏതായാലും നമുക്ക് പെട്ടെന്ന് ഇവനെ ഒന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കറക്കി കണക്ട് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ഇതിലോട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. ഷടപടി എന്നായിക്കോട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റേ പോലീസുകാരൊക്കെ ഊതിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ വലിപ്പമുള്ളൂ. അല്ലെങ്കിൽ ഒരു വാക്കി ടോക്കി, ഹായ് ഹലോ നമസ്കാരം, കേൾക്കാവോ, അല്ലെങ്കിൽ ഓവർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏകദേശം ഒരു വാക്കി ടോക്കിയുടെ സെയിം ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ഇത് ഓൺ ചെയ്ത് നോക്കാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഡോട്ട്സ് വരുന്നുണ്ട്. അപ്പം ഓണായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ബാറ്ററിയുടെ പേഴ്സൻറ്റേജ് ഇവിടെ കാണാൻ സാധിക്കും. ബാറ്ററി പേഴ്സൻറ്റേജ് ഇവിടെ കാണിക്കുന്നത് കളർ രീതിക്കാണ് കാണിക്കുന്നത്. ഇവിടെ എത്ര ബാർ പ്രഷർ നമ്മുടെ വാഹനത്തിലുണ്ട്, ഇത് ബാറാണ് കിടക്കുന്നത്. നമുക്കത് മാറ്റാം. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. PSI, നമുക്ക് വേണ്ടത് PSI ആണ്. കാരണം പൊതുവേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സാധാരണ വാഹനങ്ങളുടെ എല്ലാം യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് PSI ആണ്. അപ്പോൾ PSI തന്നെ ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് PSI സെറ്റ് ചെയ്ത് ഇവിടെ 38 എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനും. ഇവിടെ ഞാൻ കുറയ്ക്കുന്നതിനനുസരിച്ച് 37, 36, 35 നമുക്കിവിടെ കാണാൻ സാധിക്കും അത് വരുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ താഴോട്ട് താക്കും തോറും കണ്ടോ കുറയുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം നമ്മുടെ വാഹനത്തിൽ എത്രയാണ് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്തിടുക. ഇവിടെ മേളിൽ നമ്മുടെ വാഹനത്തിലുള്ളത് എത്രയാണെന്നുള്ളത് കാണിക്കും. ഇതിപ്പം ഏത് മോഡ് എന്നുള്ളത്, നമ്മളിവിടെ സൈക്കിൾ മോഡുണ്ട്. ഒന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുട്ബോൾ മോഡുണ്ട്. ഇതൊന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇതാണ്, അതെന്താണെന്നുള്ളത് നോക്കാം. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ കാറാണ് കാണിക്കുന്നത്. കാറിന് ബാറാണ് കൊടുത്തിരിക്കുന്നത്. KPI ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ക്യൂബ്, പിന്നെ PSI. അപ്പോൾ PSI സെറ്റ് ചെയ്തു, കാറിനിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ,
ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ഈ സ്വിച്ചസിനകത്ത് കൂട്ടാനും കുറയ്ക്കാനുള്ളതല്ലാതെ ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതൊരു ലൈറ്റിൻ്റെ ബട്ടണാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. അത് എങ്ങനെയുണ്ടെന്നുള്ള രാത്രി നമുക്കൊന്ന് നോക്കാം. കാരണം രാത്രി നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ലൈറ്റിൻ്റെ പവർ നമുക്ക് അത്യാവശ്യം അടിപൊളിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രസ്സിൽ ഇത് ഓണാണെന്ന് പറഞ്ഞു, നമ്മൾ കണ്ടു. ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് SOS ആണ് കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ SOS നമുക്ക് ഓൺ ആക്കി ഇടാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ വാഹനത്തിലെ ടയറിൻ്റെ പ്രഷറും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഏതായാലും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേക്കാം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഇൻഡിക്കേറ്റർ വരുന്നത് ഗ്രീൻ കളറാണെങ്കിൽ ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ 70 to 100% ആണ്. യെല്ലോ കളറാണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന യെല്ലോ കളറാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ചാർജ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ആക്കാം. യെല്ലോ ആണെന്നുണ്ടെങ്കിൽ 30 to 70%, റെഡ് ആണെന്നുണ്ടെങ്കിൽ 5 to 30% ആണ് വരുന്നത്. ഇനി റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ബിലോ 5% ആണ്. ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഒരു പോർട്ടബിൾ ചാർജറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി ഇതാരും യൂസ് ചെയ്യില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത്രയും വലിയൊരു പോർട്ടബിൾ ചാർജറായിട്ട് നടക്കേണ്ട. അത്യാവശ്യ സമയങ്ങളിൽ നമ്മുടെ വാഹനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഇല്ലാതെ വരികയാണെങ്കിൽ ഈ USB-A ടൈപ്പിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഏതായാലും നമ്മുടെ വാഹനത്തിലെ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെ വാഹനത്തിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ചെറുതായിട്ട് കാറ്റ് പോവുകയോ അതോ പഞ്ചറായി നിൽക്കുകയോ ചെയ്യുകയാണ്. കാരണം നമുക്ക് ഈ ടയറൊക്കെ കാണുമ്പോൾ അറിയാൻ സാധിക്കും നല്ല രീതിക്ക് പ്രഷറുണ്ട്. പക്ഷേ ഈ ഒരു ടയർ മാത്രം കുറച്ച് പതിഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ കുറവാണ്. കാരണം ശരിക്കും ഈ വാഹനത്തിന് വരുന്നത് 33 PSI ആണ് വരുന്നത്. ബാക്കിൽ ലോഡ് കുറവാണെങ്കിൽ, അതായത് ഏകദേശം ഒരു 2 പേർ അല്ലെങ്കിൽ 3 പേരൊക്കെ യാത്ര ചെയ്യും. 2 പേരൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം 33, 4 പേർക്ക് മേളിൽ യാത്ര ചെയ്യാനുള്ള, അതായത് ബാക്കിലൊരു 3 പ്ലസ് ഒരാളും കൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 40 വരെ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഈ യൂണിറ്റ് ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. യെസ്, ഓണായി. ഇത് ഓണായി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കിടക്കുന്ന PSI ആണ് 36 ആണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ഇതിനകത്ത് 33 മതി. ഞാൻ 33 സെറ്റ് ചെയ്യുകയാണ്. 33 സെറ്റ് ചെയ്തു. ഞാൻ ഈ ക്യാപ്പ് ഒന്ന് അഴിക്കുകയാണ്. കണ്ടോ, ക്യാപ്പ് അടിച്ചു. ഞാനൊന്ന് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതിനകത്തുള്ള പ്രഷർ എത്രയുണ്ടെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഇപ്പം ഇതിൽ ഏകദേശം ഉള്ളത് 8 ആണ് കാണിക്കുന്നത്. 8 കണ്ടോ, 8.0, അതായത് 8 മാത്രം പ്രഷർ ഇതിനകത്തുള്ളൂ. ഞാനിത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രഷർ ഞാനിവിടെ ഒന്ന് പ്രസ് ചെയ്തു. 8.5. ഞാനൊന്ന് സ്പീഡിലാക്കിയേക്കാം സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 32.5, ഇപ്പോൾ 33 ആയിട്ടുണ്ട്. കണ്ടോ, 33 വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുമോ ഇല്ലയെന്ന്. യെസ്, അപ്പം 33-ൽ അത് കൃത്യം സ്റ്റോപ്പ് ആയിരിക്കുകയാണ്, നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് കുറച്ചേറെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നൊരു 8 മിനിറ്റ് അടുപ്പിച്ചെങ്കിലും എടുത്തിട്ടുണ്ട് ഈ ഒരു ടയർ ഫില്ല് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, ഈ ഒരു സാധനം ഞാൻ വന്നിട്ട് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. ആ ബോക്സ് അൺബോക്സ് ചെയ്തതുപോലെ തന്നെ ഞാനെടുത്ത് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ റെഡ് കത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പം നോർമലി ഇത് പറയുന്ന ഒരു 4 ടയേഴ്സ് ഒന്നിച്ച് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പവർ ഇതിനകത്ത് നിന്ന് കിട്ടുമെന്നാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ USB ടൈപ്പ് ഉണ്ട്. നമ്മുടെ വാഹനത്തിൽ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഒരു ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇത് മെയിനായിട്ട് ഞാൻ പറയുന്ന ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ലേഡി കസ്റ്റമേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ടയർ പഞ്ചറായൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും വയേർഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ വാഹനത്തിൻ്റെ 12 വോൾട്ട് പോർട്ടിൽ നിന്ന് തന്നെ കറണ്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ടയർ ഇൻഫ്ലേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ടയർ ഇൻഫ്ലേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം ഏറ്റവും നല്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്നത് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. മറ്റേതാകുമ്പോഴത്തേക്കും നമുക്കൊരു ഡോറ് തുറക്കണം, അതിലെ പവർ പോർട്ട് കണക്ട് ചെയ്യണം, നേരെ ഇവിടെ കൊണ്ടുവരണം, ഇത് പിന്നെ കണക്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് നല്ലതാണെന്ന് തന്നെ റെക്കമെൻഡ് ചെയ്യും. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, ചെറിയൊരു ഹീറ്റ്, പക്ഷേ കുഴപ്പമില്ല. റെഡ് കത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയതുപോലെ റെഡ് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ചാർജ് ചെയ്യണം. 5% താഴെ പോവുകയാണ്. റെഡ് നിൽക്കുന്ന സ്ഥിതിക്ക് അത്രയും വരുന്നില്ല, എന്നാലും ഓക്കെ, കുഴപ്പമില്ല.
എന്നേ ഞാൻ പറയത്തുള്ളൂ. ഏതായാലും കുറച്ച് ദിവസം കൂടി ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, വേറെ എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രൈസ് അതാണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2299 രൂപ അല്ലെങ്കിൽ 2300 രൂപ ആമസോണിൽ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും. ഞാനിത് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം, ആവശ്യമുള്ള എല്ലാവർക്കും അത് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. എൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ നോക്കിയെടുത്തോളം പക്കയാണ്. പക്ഷേ ഒരുപാട് നേരം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കില്ല. സംഗതി ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഒരെണ്ണം വേണം, ഫുള്ളി ചാർജ്ഡായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ ഇത് ഫില്ല് ചെയ്യാനും സാധിക്കും. ഇടയ്ക്ക് ഒരു മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ഇനി ഏതെങ്കിലും രീതിക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു ലൈറ്റ് നമുക്ക് രാത്രി ഒന്നും കൂടെ ഒന്നും നോക്കാം. നമുക്കിപ്പോൾ ലൈറ്റൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോർച്ച് എടുത്തില്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു ടോർച്ചായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി രാത്രിയിലത്തെയും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാഹനത്തിലോട്ട് വന്നു, അത് കഴിഞ്ഞ് ഇതിൻ്റെ നമുക്കൊരു ടോർച്ച് ഓൺ ചെയ്യാം. യെസ്, ടോർച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വെട്ടം. വലിയൊരു വെട്ടമൊന്നും പറയാനില്ല, എന്നാൽ ഏകദേശം ഒരു ഓക്കെ ലൈറ്റ് മാത്രം നമുക്ക് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഫ്ലാഷിങ് അവൈലബിൾ ആണ്, SOSും അവൈലബിൾ ആണ്.